ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദു മൃദുലയോട് പറയാണ്, നീയും രാഹുലും ഇപ്പോഴും ഒരു ബന്ധമുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ 1 കോടി രൂപ നീ ആവശ്യപ്പെട്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മൃദുല പറയാണ്, അത് ആവശ്യപ്പെട്ടതല്ലോ. ചില ആളുകൾ രാഹുലിനെ വിട്ടുതരണമെന്ന് പറഞ്ഞ് എൻ്റെ മരികിലോട്ട് വന്നപ്പോൾ ഞാൻ അത് പറഞ്ഞതാണെന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്ന സച്ചിയും ഗോകുലും ഈ പറയുന്ന സാവിത്രിക്ക് ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അത് ആരാണ് ആൾ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, അവർ 2 പേര് എൻ്റെ അടുത്തോട്ട് വന്നിരുന്നു. അവരാണ് എന്നോട് പറഞ്ഞത് രാഹുലിനെ വിട്ട് കിട്ടണമെന്ന്, സച്ചി സാറിൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നും. അത് കേൾക്കുന്നതിനോടുകൂടി ആകെ എന്ത് തകർന്നു പോവാണ് കേട്ടോ. ഇതേ സമയം മൃദുലയോട് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ പൊയ്ക്കോളൂ, ഇനി ഞാൻ വിളിക്കുമ്പോൾ വരാൻ പറ്റുമോ എന്ന് മൃദുലയോട് ചോദിക്കുമ്പോൾ തീർച്ചയായും വരാമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ മൃദുല പോവാണ്. ഇതേ സമയം അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല അച്ഛാ. രാഹുലേട്ടനുമായി വിവാഹം വേണ്ടെന്ന് വെച്ചപ്പോഴാണ് അവർ തമ്മിൽ അടുത്തത്. പിന്നീട് ആ കുട്ടി നാട്ടിൽ പോയപ്പോഴാണ് രാഹുൽ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. അത് എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇപ്പോഴാരാണ് മൃദുലയെ പോയി കണ്ടതും രാഹുലിനെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതും ആ ആളെ എനിക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനു മുന്നേ എനിക്ക് രാഹുലുമായി ഒന്ന് സംസാരിക്കണമെന്ന് പറയാൻ കേട്ടോ. പിന്നീട് ഗോകുൽ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ രാഹുലിനെ കാണാനുള്ള ആ ഒരു കാര്യം ഞാൻ ചെയ്തു തരാമെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം വീട്ടിലാണെങ്കിലോ ഇന്ദ്രൻ എത്തിയിരിക്കുകയാണ്. സത്യയും അതുപോലെ കേക്കൊക്കെയുമായി ഇന്ദ്രൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സുശീലയുടെ അടുത്തോട്ട് സുധനും പ്രതിഭയും ചെല്ലുമ്പോൾ, എന്താ സുശീലയെ റൂമിൽ തന്നെ ഇരിക്കുന്നത്? ഞാൻ തല വെളിയിൽ കൊണ്ടുവന്നാൽ എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും എൻ്റെ തല അടിച്ചു പൊട്ടിക്കില്ലേ എന്ന് സുശീല പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി സത്യനങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അവിടെ ഭാനുമ്മ പറയാണ്, ഇവർ സത്യനുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇങ്ങനെ ഇരിക്കില്ല സുശീല, വാ പുറത്തോട്ട് വാ എന്ന് പറയുമ്പോൾ, സത്യനുള്ള ഗിഫ്റ്റ് ഇവരെന്താ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് നന്നായി അറിയാലോ എന്നും പറഞ്ഞ് അവരെ തരം താഴ്ത്താണ് കേട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് സത്യനെ. അമ്മ പറയാണ്, ഞാൻ വിളിച്ചു വരുത്തിയവരെ അമ്മ അപമാനിക്കാൻ നിൽക്കരുതെന്ന് പറയുമ്പോഴാണ് കേട്ടോ ഇന്ദ്രൻ കയറി വരുന്നത്. അങ്ങനെ ഇന്ദ്രൻ കേക്കും അതുപോലെ സദ്യയുമായിട്ടൊക്കെയാണ് ഇന്ദ്രൻ കയറി വരുന്നത്. അപ്പോൾ ഇന്ദ്രനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ ഇന്ദ്രൻ പറയണം, മതി അമ്മേ, ഇവിടെ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം, ഇന്ന് സത്യൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഇത് മുറിച്ച് നമുക്ക് ആഘോഷം തുടങ്ങാം, ആദ്യം സദ്യ കഴിക്കാമെന്ന് പറയട്ടെ. അങ്ങനെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. പിന്നീട് അവർ നല്ലൊരു സന്തോഷത്തിൽ തന്നെ അങ്ങ് പങ്കിടുമ്പോൾ പിന്നീട് കേക്ക് മുറിക്കേണ്ട ആ ഒരു അവസരം എത്താണ് കേട്ടോ. അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി എല്ലാവരും ഉമ്മറത്തിരുന്ന് കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ സത്യനോട് പറയുന്നുണ്ട്, കേക്ക് മുറിക്കടാ എന്നൊക്കെ പറഞ്ഞ് സത്യൻ കേക്ക് മുറിക്കാൻ ഒരുങ്ങുന്ന ആ സമയത്ത് തൻ്റെ ഗേറ്റ് ആരോ തുറന്നു വരുന്നൊരു സൗണ്ട് കേൾക്കുന്നു കേട്ടോ. അങ്ങനെ ഇന്ദ്രനും സുശീലയും സത്യനും പ്രതിഭയും ഭാനുമയും ഒക്കെ ഒന്ന് അങ്ങോട്ടേക്ക് എത്തി നോക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ നിന്നും വരുന്നത് അനുപമയായിരിക്കും കേട്ടോ. അനുപമയെ കാണുന്ന സുശീലക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഈ തള്ള പറഞ്ഞിട്ടായിരിക്കും അനുപമ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഭാനുമ പറയാണ്, ദേ സുശീലെ, വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയരുത്, കാര്യം അറിയാതെ എൻ്റെ നേർക്ക് നീ കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ നിങ്ങളിവിടെ വന്നപ്പോൾ അവളിവിടെ എന്തിനു വന്നു എനിക്കറിയില്ല എന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം സത്യനാണെങ്കിലോ അനുവടുത്ത് ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ഇറക്കി വിടാൻ പറ്റില്ല, അനുവടുത്തും കൂടി അവകാശപ്പെട്ട വീടാണ് ഈ വീട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നീ നിൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കുകയാണെങ്കിൽ മുറിച്ചോ, അതോ നിനക്ക് ഈ കേക്കിൻ്റെ ആദ്യം അവൾക്ക് വായിൽ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ, എന്താണെങ്കിലും ഇവിടെ അവളുടെ അവകാശമൊന്നും നീ പറയണ്ട, എന്തായാലും ഈ വീട്ടിൽ വെച്ച് നീ അവൾക്ക് ബർത്ത്ഡേ കേക്ക് മുറിച്ച് വെച്ച് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സുശീല പോരുവിളി തുടങ്ങുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അനുപമ ഉമ്മറപ്പടി അങ്ങ് ചവിട്ടാൻ ഒരുങ്ങുമ്പോഴേക്കും സുശീല, എവിടോട്ടടി നീ കയറി വരുന്നത്, എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിച്ചിട്ട് ഉടൻ തന്നെ അനുപമയോട് ഒച്ചയെടുക്കുമ്പോൾ അവിടെ ഭാനുമ്മയും സത്യനും പറയാണ്, വീട്ടിൽ വന്നവരെ എങ്ങനെ അപമര്യാദയായി പെരുമാറിയത് സുശീലെ, ഇതെൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പോഴേക്കും സുധനും ഈ പറയുന്ന സുധൻ്റെ ഭാര്യയും ഉണ്ടല്ലോ. അപ്പോൾ സുശീല ഇവരെന്തിനാ വന്നിരിക്കുന്നത് ആദ്യം അറിയട്ടെ. അപ്പോൾ ഉടൻ തന്നെ അനുപമ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. എന്തിനാടി നീ തുറിച്ച് നോക്കുന്നത്, സത്യൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനും കേക്ക് നിൻ്റെ വായിൽ വെച്ച് തരാനും വേണ്ടി സത്യൻ നിന്നെ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട ഉടൻ തന്നെ അനുപമ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പ്രതിഭയുടെ ഉള്ളിൽ വീണ്ടും സംശയങ്ങൾ വന്നു തുടങ്ങിയാണ്. ഈ പറയുന്ന അമ്മ പറയുന്നത് ശരി തന്നെയാണ്, സത്യേട്ടനെ ഈ പറയുന്ന അതുപോലെ അനുചേച്ചി വളരെ ഇഷ്ടമാണെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സത്യം പറയാണ്, എന്തിനാണ് വന്നത് എന്ന് പറയാനുള്ള ഒരു അവസരം ആദ്യം അമ്മ കൊടുക്കുക. അതിന് മുന്നേ അമ്മ തന്നെ ഊഹിച്ച് ഓരോരോ കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നിട്ടാ. ഉടൻ തന്നെ അവിടെ അനുഭവം പറയാണ്, ഞാൻ നിങ്ങളുടെ കേക്ക് കഴിക്കാനോ കേക്ക് മുറിക്കാനോ ഒന്നുമല്ല വന്നത്, എൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതെടുക്കാനാണ് ഞാൻ വന്നതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി സുശീല ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം സുശീലയുടെ മനസ്സിൽ പോകുന്നത് ആ ബാഗ് ഈശ്വര, അതും ഇന്ദ്രൻ്റെ റൂമിൽ തന്നെ വെക്കുകയും ചെയ്തു ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ സുശീല നിൽക്കുകയാണ്. ഇതേ സമയം അനുപമയോട് സത്യം പറയണേ, ആ ചേച്ചി അനുചേച്ചി അത് കയറി എടുത്തോളൂ. അപ്പോൾ ഉടൻ തന്നെ സുശീല പറയണം, അതൊന്നും നടക്കില്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഇനി ഒരു സാധനവും എടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് ആ വീട്ടിലോട്ട് കൊടുത്തിട്ട് തരും എന്ന് പറയുമ്പോൾ അനുപമ പറയണേ, എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഞാൻ എടുക്കും, അത് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എടുത്തിരിക്കും. അപ്പോഴേക്കും ഇന്ദ്രൻ പറയണേ, അമ്മ ഒന്ന് മാറിയിരുന്നേ, അവൾ എടുത്തിട്ട് പോവുകയാണെങ്കിൽ പോട്ടെ, ഓരോരുത്തരുടെ എന്ത് സാധനങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിക്കോട്ടെ, അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യവും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല എന്ന് ഇന്ദ്രൻ പറയുന്നു കേട്ടോ. അതോടുകൂടി സുശീലയ്ക്ക് എതിർക്കാനും കഴിയില്ല. പിന്നീട് അനുപമ അകത്തോട്ട് കയറുകയാണ്. അനുപമ ചെന്ന് ആ റൂം, ഇന്ദ്രൻ്റെ റൂം മൊത്തത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ സുശീലയുടെ നെഞ്ചിരിപ്പ് കൂടിക്കൂടി വരികയാണ്. ഈശ്വര, പെട്ടല്ല, ഞാൻ എന്ത് ചെയ്യും എന്ന ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ പരിങ്ങലും ആ പേടിയൊക്കെ ഇന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അനുപമ അലമാറ നോക്കുന്നു. പിന്നീട് ആ ബാഗ് അവിടെ കാണുന്നില്ല. അതിനുശേഷം അലമാറയുടെ മുകളിൽ നോക്കുന്നു, പിന്നീട് ഷെൽഫിനുള്ളിലോട്ടൊക്കെ നോക്കുന്നു. അതിനുശേഷമാണ് കട്ടിനടിയിൽ നോക്കുന്നത് കേട്ടോ. കാരണം ആ ബാഗ് വെക്കുമ്പോൾ തന്നെ കട്ടിനടിയിൽ വേറെ എന്തോ ഒരു സാധനം ഇരിക്കുന്നതായി അന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ബാഗ് കട്ടിനടിയിൽ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് അനുപമ കട്ടിനടിയിലോട്ട് നോക്കുമ്പോൾ ആ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം വേറൊരു ബാഗ് കാണുന്നു കേട്ടോ. ഇതോടുകൂടി അനുപമ ആകെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ അനുപമ ആ കട്ടിനടിയിൽ നിന്ന് എണീക്കുന്നത് കാണുമ്പോൾ സുശീല ഈശ്വര, പിടിക്കപ്പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന ഭാവത്തിൽ ചിരിയൊക്കെ ആകെ കോടിയും കൊണ്ട് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ബാഗും തൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റുകളിലുള്ള ബാഗുമായി അനുപമ അവിടെ നീക്കുമ്പോൾ ഇന്ദ്രനൊന്ന് ഞെട്ടണം. ഈശ്വര, ഞാൻ ഇതെവിടെയോ കണ്ട് പരിചയമുള്ള ഒരു ബാഗാണല്ലോ എന്ന ഭാവത്തിൽ ഇന്ദ്രൻ ഞെട്ടുന്നുണ്ട്. ഉടൻ തന്നെ അനുപമ പറയാണ്, ഇതെങ്ങനെ ഇവിടെ വന്നു, ഇതെൻ്റെ അച്ഛൻ്റെ ബാഗാണല്ലോ, എൻ്റെ ബാഗ് എങ്ങനെ ഇവിടെ വന്നു, ഇതെൻ്റെ അച്ഛൻ്റെ ബാഗാണ്. കേട്ട ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ, ഞാനൊന്നും കൊണ്ടുവന്ന് വെച്ചതല്ല, എനിക്കും അറിയില്ല, ആദ്യമായി കണ്ട ഒരു ബാഗാണ് ഞാനും ഇത് എന്നിങ്ങനെ ഇന്ദ്രനും പറയുന്നു കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി സത്യം പറയണേ, അനുചേച്ചി തന്നെ ഒന്ന് ഓർത്തു നോക്ക്, അനുചേച്ചിയുടെ ബാഗാ, അത് അനുചേച്ചി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്, അച്ഛൻ്റെ ബാഗ് കൊണ്ടുവന്ന് വെച്ചതൊക്കെ ആയിരിക്കും, ഇത് ഞങ്ങൾ മക്കൾക്ക് പോലും അച്ഛൻ തൊടാറില്ല, അച്ഛൻ മാത്രം യൂസ് ചെയ്യുന്ന ബാഗാണ്, ഇതെൻ്റെ അച്ഛൻ്റെ ബാഗാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുപമ അതിനുള്ളിൽ തുറന്ന് നോക്കുമ്പോൾ തൻ്റെ അച്ഛൻ്റെ സാധനങ്ങളാണ് അതിലിരിക്കുന്നത്. അത് കാണുന്നതിനോടുകൂടി അനുപമ ഒന്ന് ഞെട്ടുന്നു കേട്ടോ. പിന്നീട് സുശീല, ഈശ്വര, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ദ്രൻ ഇങ്ങനെ സുശീലയെ തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഇതേസമയം നീ എന്തിനാണ് എന്നെ നോക്കുന്നത് എന്ന് സുശീല പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇന്ദ്രൻ തൻ്റെ അമ്മയെ തന്നെ ഇങ്ങനെ നോക്കുന്നു. പിന്നീട് അനുഭവം പറയുകയാണ്, ഇതെൻ്റെ അച്ഛൻ്റെ ബാഗ് തന്നെയാണ്, എൻ്റെ അച്ഛൻ്റെ ബാഗ് ഇപ്പോൾ അടുത്ത കാലത്തായി ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്, രജിസ്ട്രേഷൻ്റെ അന്ന് എൻ്റെ അച്ഛൻ്റെ ബാഗ് ആരോ തട്ടിയെടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും ഇതെൻ്റെ അച്ഛൻ്റെ ബാഗാണ്, പക്ഷേ അപ്പോഴും ഇവർക്ക് ആർക്കും ഓടിയിട്ടില്ല, ഇത് സുശീലയാണ് എടുത്തു കൊടുന്ന് വെച്ചിരിക്കുന്നത്. പക്ഷെ അനുപമക്കും ഇന്ദ്രനും ഇത് നന്നായി മനസ്സിലായിട്ടുണ്ട് കേട്ടോ. സത്യനൊന്നും ഇത് മനസ്സിലായിട്ടില്ല. അങ്ങനെ അനുപം പറയണേ, ഞാൻ ഈ ബാഗ് കൊണ്ടുപോകുന്നു, ഇതെൻ്റെ അച്ഛൻ്റെ ബാഗാണെങ്കിൽ ഈ ബാഗ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ സത്യം പറയണേ, ഈ ബാഗ് ഈ വീട്ടിൽ എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം അനന്തമാഷിൻ്റെ ബാഗാണോ അല്ലയോ എന്നുള്ള ഉറപ്പ് അനുചേച്ചി വരുത്ത്, ബാക്കിയുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്നും സത്യൻ പറയുമ്പോൾ ആകെ പേടിയാവണം കേട്ടോ സുശീലയ്ക്ക്. അങ്ങനെ അനുപമ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇറക്കത്തിൽ അനുപമ സുശീലയെ ഒന്ന് തുറിച്ചു നോക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ സുശീല എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്ദ്രൻ്റെ ആ നോട്ടം കാണുമ്പോൾ അനുപമ സുശീല അങ്ങ് വല്ലാതെ അങ്ങ് ആയി പോവാണ് കേട്ടോ. ഇതേ സമയം ഇന്ദ്രൻ തൻ്റെ റൂമിലോട്ട് അങ്ങ് പോവുകയും ചെയ്യാണ്. തൻ്റെ അമ്മ കളിച്ച കളിയാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം സുശീല ഇന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇന്ദ്രൻ, അമ്മേ, ഇത്രയും ചീപ്പ് കളി അമ്മ ഒരിക്കലും കളിക്കരുത്, എന്തെങ്കിലും അമ്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നോട് കൂടി പറഞ്ഞിട്ടാവണമായിരുന്നു, ഇതിന് വേണ്ടിയിട്ടായിരുന്നോ അമ്മ ഹർഷയെ ഈ വീട്ടിൽ കൊടുന്ന് നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ സുശീല ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്താടാ നീ പറയുന്നത്? അതെ, ആ അനന്തമായി
അനുപമയുടെ വീടിൻ്റെ രജിസ്ട്രേഷൻ നടക്കാതിരിക്കാൻ അനന്തമാഷിൻ്റെ ബാഗ് തട്ടിയെടുത്തത് അമ്മയാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒന്ന് പരിങ്ങണിട്ടോ. അത് പിന്നെ എന്ന് പറയുമ്പോൾ മതി, കള്ളങ്ങൾ ചെയ്തത് മതി, അമ്മയുടെ കൂടെ നടന്ന് മറ്റുള്ളവർക്കും കൂടി പേരുദോഷം വരുന്ന പ്രവൃത്തിയാണല്ലോ. ഇനി അനുപമ ആ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാഗ് തട്ടിയെടുത്തത് ഞാനാണ് എന്ന് വരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ദ്രൻ അങ്ങ് ഒച്ചയെടുക്കുകയാണ് കേട്ടോ.